സഹോദരങ്ങളെ, ബഹ്റൈനിൽ ഇന്ന് ഇബ്രാഹിമിന്റെ റൂമിൽ വെച്ച് മർഹൂം PKP ഉസ്താദ് ഗഫറല്ലാഹു ലഹു വസ്സഅല്ലാഹു ഖബ്റഹു മർഹൂം PKP ഉസ്താദിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ഇന്നൊരു ദുആ മജ്ലിസാണ് ഇവിടെ നടക്കുന്നത്. ആലിമീങ്ങൾക്ക് ഇസ്ലാമുള്ള സ്ഥാനം എന്താണ്, ആലിമീങ്ങളെ ഇസ്ലാം എങ്ങനെ കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയ സ്വരം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും, മൂന്ന് പേർക്ക് വഴിപ്പെടാൻ അല്ലാഹ് പറഞ്ഞു ഖുർആനിൽ. അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ വളരെ ക്ലിയറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഴിപ്പെടുന്ന വിഷയത്തിൽ വളരെ ക്ലിയറാണ്. പിന്നെ ആരാണ് ഉലിൽ അംരി മിൻകും, ആരാണ് ഈ മൂന്നാമത്തെ കൂട്ടർ? ഉമറാക്കളാണോ, ഭരണാധികാരികളാണോ, ആലിമീങ്ങളാണോ? ആ ആയത്തിൽ തന്നെ അല്ലാഹു തആല മറുപടി പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ തനാസ ഉണ്ടായാൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടങ്ങണം. ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹുവിലേക്കും റസൂലിലേക്കും എങ്ങനെ മടങ്ങും? എങ്ങനെ മടങ്ങും? അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങണമെങ്കിൽ അത് ആലിമീങ്ങളിൽ കൂടി മാത്രമാണ് നിങ്ങൾക്ക് മടങ്ങാൻ സാധിക്കുക. അപ്പൊ ഉലിൽ അംരി മിൻകും എന്ന് അവിടെ പറഞ്ഞതാര്? ഉലമാഉർ റബ്ബാനിയീൻ. വളരെ വിശാലമായ ആയത്താണിത്. സുബ്ഹാനല്ലാഹ്. ഉലിൽ അംറ് ഭരണാധികാരികളാണോ ആലിമീങ്ങളാണോ? ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അള്ളാഹുവിന് വഴിപ്പെട്ടു, റസൂലിന് വഴിപ്പെട്ടു. അവനിക്ക് ജീവിതത്തിൽ വഇൻ തനാസഅതും ഫീ ശൈഇൻ റുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും സാധാരണക്കാരൻ എങ്ങനെ എത്തിപ്പെടും? ആലിമീങ്ങളിൽ കൂടി മാത്രമാണ്.